ഹായ് ഡിയേഴ്സ്, ഞാൻ ആശാ സജി. നമ്മൾ ആഗ്രഹിച്ച ഒരു കാര്യം എങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യാമെന്നുള്ളതാണ്. ഇവിടെ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് മാനിഫെസ്റ്റേഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇന്ധനം എന്ന് പറയുന്നത് വൈബ്രേഷനാണ്. പ്രശസ്ത ശാസ്ത്രജ്ഞനായ നിക്കോള ടെസ്ല പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പ്രപഞ്ചത്തിന്റെ രഹസ്യം മനസ്സിലാക്കണമെങ്കിൽ എനർജി, ഫ്രീക്വൻസി, വൈബ്രേഷൻ എന്നിവയെ കുറിച്ചിട്ട് ചിന്തിക്കുക എന്നുള്ളത്. ഇത് അല്ലാതെ ഒന്നുമില്ല. അപ്പോ നമ്മുടെ വികാരങ്ങളാണ് നമ്മുടെ വൈബ്രേഷനെ നിശ്ചയിക്കുന്നത്. അപ്പോ രണ്ട് തരം വൈബ്രേഷൻ ഉണ്ട്, ലോ വൈബ്രേഷനും ഹൈ വൈബ്രേഷനും. ഇതില് ലോ വൈബ്രേഷനില് ഭയം, ദേഷ്യം, സങ്കടം, അസൂയ, എനിക്കിത് കിട്ടില്ല എന്ന ചിന്ത, ഇവയെല്ലാം കുറഞ്ഞ വൈബ്രേഷനുകളാണ്. ഈ അവസ്ഥയിൽ നമ്മൾ എത്ര ആഗ്രഹിച്ചാലും പ്രപഞ്ചത്തിൽ നിന്നും നമുക്ക് നല്ല കാര്യങ്ങളെ ആകർഷിക്കാനായിട്ട് കഴിയില്ല. ഞാനൊരു ഉദാഹരണം പറയാം. റേഡിയോയില് തെറ്റായിട്ടുള്ള ഫ്രീക്വൻസിയിൽ നമ്മൾ ട്യൂൺ ചെയ്ത് വെച്ചാൽ വെറും ഒരു എരപ്പ് ശബ്ദം മാത്രമേ കേൾക്കാനായിട്ട് പറ്റുള്ളൂ. അതുപോലെയാണിത്. എന്നാൽ ഹൈ വൈബ്രേഷനിൽ സന്തോഷം, സ്നേഹം, നന്ദി, ലക്ഷ്യത്തിലുള്ള ദൃഢവിശ്വാസം, ഇവയൊക്കെ ഉയർന്ന വൈബ്രേഷനുകളാണ്. നമ്മൾ ഈ ഒരു മാനസികാവസ്ഥയിലായിരിക്കുമ്പോൾ നമ്മുടെ വൈബ്രേഷൻ പ്രപഞ്ചത്തിന്റെ വൈബ്രേഷനുമായിട്ട് മാച്ചാകും. അപ്പോഴാണ് മാനിഫെസ്റ്റേഷൻ വേഗത്തിലാകുന്നത്. ഇനി നിങ്ങൾ ഇതിലെ ഏത് വൈബ്രേഷനിലാണെന്നുള്ളത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. ഇനി നമ്മുടെ ആഗ്രഹം എങ്ങനെ മാനിഫെസ്റ്റ് ചെയ്തെടുക്കാമെന്ന് നോക്കാം. ഇനി നമ്മുടെ ആഗ്രഹം യാഥാർത്ഥ്യമാക്കാനായിട്ട് ക്ലിയർ ഇന്റൻഷൻ വേണം. നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് നിങ്ങൾ പ്രപഞ്ചത്തോട് കൃത്യമായിട്ട് പറയുക. നമ്മളിൽ പലരും പ്രപഞ്ചത്തോട് ആഗ്രഹങ്ങൾ ചോദിക്കാറുണ്ട്. പക്ഷെ ഭൂരിഭാഗം പേരുടെ ആഗ്രഹങ്ങൾക്ക് ഒരു വ്യക്തത ഉണ്ടാവില്ല. എനിക്ക് ഒരുപാട് പണം വേണം എന്ന് പറയുന്നതിന് പകരം എനിക്ക് ഈ വർഷം ഇത്ര രൂപ സമ്പാദിക്കണം, അല്ലെങ്കിൽ ജോലിയാണെങ്കിൽ ഏത് ജോലിയാണ് വേണ്ടത്, എത്ര രൂപ സാലറിയാണ് വേണ്ടത്, എവിടെയാണ് വേണ്ടത് എന്നിങ്ങനെ കൃത്യത വരുത്തുക. കൺഫ്യൂഷനുള്ള മനസ്സിലേക്ക് പ്രപഞ്ചത്തിന് വഴി കാണിക്കാനായിട്ട് കഴിയില്ല. ഞാനൊരു ഉദാഹരണം പറയാം. നമ്മൾ വണ്ടിയിൽ GPS ഓൺ ചെയ്യുമ്പോൾ അതിലെനിക്ക് എവിടെയെങ്കിലും ഒരു നല്ല സ്ഥലത്ത് പോകണം എന്നടിച്ചാൽ അത് വഴി കാണിക്കുമോ? ഇല്ല. അതിന് പകരം നമുക്ക് പോകേണ്ട കൃത്യമായ സ്ഥലത്തിന്റെ പേരടിച്ചാൽ മാത്രമാണ് GPS നമുക്ക് കൃത്യമായിട്ടുള്ള വഴി കാണിച്ചു തരികയുള്ളൂ. നമ്മുടെ ഉപബോധ മനസ്സും പ്രപഞ്ചവും ഇതുപോലെ ഒരു GPS സിസ്റ്റമാണ്. നമ്മൾ കൃത്യമായിട്ടുള്ള ലക്ഷ്യം കൊടുക്കുമ്പോൾ മാത്രമേ അതിലേക്ക് എത്താനുള്ള വഴികൾ പ്രപഞ്ചം നമ്മുടെ മുന്നിൽ തുറന്നു തരുള്ളൂ. അതുകൊണ്ട് ഇന്ന് തന്നെ ഒരു നോട്ട്ബുക്കും പേനയും എടുത്തിട്ട് നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾ കൃത്യമായിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾ കൃത്യമായിട്ട് എഴുതി വെക്കുക. ഇനി രണ്ടാമതായിട്ട് വിഷ്വലൈസേഷൻ ആണ്. നിങ്ങളുടെ ആഗ്രഹം സാധിച്ചു കഴിഞ്ഞതായിട്ട് മനസ്സിൽ വിഷ്വലൈസ് ചെയ്യുക. നിങ്ങൾ എല്ലാ ദിവസവും വിഷ്വലൈസ് ചെയ്യണം. നിങ്ങൾക്ക് ജോലിയാണ് വേണ്ടതെങ്കിൽ ആ ജോലി കിട്ടിക്കഴിയുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾ ആ ലക്ഷ്യത്തിൽ എത്തിക്കഴിയുമ്പോഴോ ഉള്ള നിങ്ങളുടെ സന്തോഷം അനുഭവിച്ചറിയുക. ആ വികാരം നിങ്ങളുടെ വൈബ്രേഷനെ പെട്ടെന്ന് ഉയർത്തും. മൂന്നാമത്തെ കാര്യമാണ് ഗ്രാറ്റിറ്റ്യൂഡ്. മാനിഫെസ്റ്റേഷന്റെ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു ടൂളാണിത്. ഇപ്പോ നിങ്ങളുടെ ജീവിതത്തിലുള്ള നല്ല കാര്യങ്ങൾക്ക് നിങ്ങൾ പ്രപഞ്ചത്തോട് നന്ദി പറയാം. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് നല്ല ആരോഗ്യം, കുടുംബം, താമസം എന്നിവയ്ക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉള്ള എല്ലാ കാര്യത്തിനും നിങ്ങൾ എന്ത് ചെയ്യണം? രാവിലെ ഉണർന്ന് എഴുന്നേറ്റിട്ട് ആ ബെഡിൽ ഇരുന്നു കൊണ്ട് തന്നെ നിങ്ങൾക്കുള്ള ആ കാര്യത്തിന് നിങ്ങൾ നന്ദി പറയുക. അതുപോലെ തന്നെ നിങ്ങൾ രാത്രി ഉറങ്ങാൻ പോകുന്ന സമയത്ത് അന്നേ ദിവസം നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ കാര്യത്തിനും നിങ്ങൾ നന്ദി പറയുക. ഈ നന്ദി പറയുമ്പോൾ നമ്മുടെ വൈബ്രേഷൻ തനിയെ ഉയരും. കൂടുതൽ നല്ല കാര്യങ്ങൾ നമ്മളിലേക്ക് ആകർഷിക്കപ്പെടുകയും ചെയ്യും. ഇനി നാലാമതായിട്ട് പ്രവർത്തിക്കുക, അതായത് ഇൻസ്പയർഡ് ആക്ഷൻ. നമ്മൾ ഉയർന്ന വൈബ്രേഷനിൽ ഇരിക്കുമ്പോൾ പ്രപഞ്ചം നമ്മുടെ മനസ്സിലേക്ക് ചില അതുപോലെ നല്ല ഐഡിയകളും അവസരങ്ങളും ഒക്കെ കൊണ്ടുവന്ന് തരും. അപ്പോൾ ആ വഴിയെ നമ്മൾ അതിന് പ്രവർത്തിക്കാനായിട്ട് തയ്യാറാകണം. ഇനി അഞ്ചാമതായിട്ട് പ്രപഞ്ചത്തിൽ സമർപ്പിക്കുക. അതായത് നമ്മുടെ ആഗ്രഹം നമ്മൾ പ്രപഞ്ചത്തോട് പറഞ്ഞതിന് ശേഷം ഇതെപ്പോൾ നടക്കും, എങ്ങനെ നടക്കും എന്നൊന്നും ഓർത്തിട്ട് ആകുലപ്പെടരുത്. ആ ആകുലത വീണ്ടും നിങ്ങളുടെ വൈബ്രേഷനെ കുറയ്ക്കും. പകരം ശരിയായ സമയത്ത് പ്രപഞ്ചം ഇതെനിക്ക് തരുമെന്ന് പൂർണ്ണമായിട്ടും വിശ്വസിച്ചിട്ട് ആ ചിന്തയെ സ്വതന്ത്രമാക്കുക, അതായത് ലെറ്റ് ഗോ ചെയ്യുക. ഇനി ചുരുക്കത്തിൽ പറഞ്ഞാൽ മാനിഫെസ്റ്റേഷൻ എന്നാൽ ഒരു മാന്ത്രികതയല്ല. നിങ്ങളുടെ ചിന്തകളെ പോസിറ്റീവ് ആക്കി നിർത്തിയിട്ട് ലക്ഷ്യത്തിൽ ഉറച്ചു വിശ്വസിച്ച് അതിനായിട്ട് പ്രയത്നിക്കുമ്പോൾ പ്രപഞ്ചം നിങ്ങളെ സഹായിക്കാനായിട്ട് തുടങ്ങും. നമ്മൾ ഉയർന്ന വൈബ്രേഷനിലാണെങ്കിൽ പ്രപഞ്ചം ഒപ്പം ഉണ്ടാകും.
അപ്പോൾ നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾക്ക് എത്താനായിട്ട് സാധിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരാം.